പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നീർത്തട സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചു. തിരൂർക്കാട്ട് മഞ്ഞളാംകുഴി അലി MLA പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പൂർത്തിയാക്കിയ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. മികച്ച പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പാക്കി വരുന്ന പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ ഭാഗമായാണ് നീർത്തട സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 3ാമത് നീർത്തട സംരക്ഷണ യാത്രയാണിത്. തിരൂർക്കാട് വാവാസ് ഓഡിറ്റോറിയത്തിൽ MLA മഞ്ഞളാംകുഴി അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത് പ്രധാനമായും നമ്മളുടെ വെള്ളം, കുടിവെള്ളത്തിന്റെ ക്ഷാമം, കൃഷിക്കുള്ള വെള്ളത്തിന്റെ ക്ഷാമം ഇത് പരിഹരിക്കാനുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു സംഖ്യ ചെലവഴിച്ചുകൊണ്ട് നമ്മളെ ഇതേപോലുള്ള പ്രദേശങ്ങളെല്ലാം നമ്മുടെ വളരെ വലിയ കാര്യമായിട്ട് കൊടുക്കുന്നത്. അതിലൊരു സംശയമില്ല, നമ്മുടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത്, മങ്ങാടി പഞ്ചായത്ത്, മന്ത്രത്തിന്റെ മുഴക്കാട്ടിൽ മംഗളപർവ്വതങ്ങളുടെ മംഗളമണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിൽ വളരെ വലിയ കാര്യമായിട്ട് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് പരമാർത്ഥമാണ്. നമുക്ക് ആർക്കും അതിൽ പിന്നെ നിശ്ചയിക്കാൻ കഴിയാത്തത്. ഓരോ നീർത്തട പ്രദേശത്തെയും മികച്ച നീർത്തട പ്രവർത്തകൻ, മികച്ച നെൽകർഷകൻ, മികച്ച ക്ഷീരകർഷകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പദ്ധതി നിർവഹണ ഏജൻസിയുടെ ചെയർമാനും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് AK മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാധാരണഗതിയിൽ ഇതേപോലെയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, പ്രത്യേകിച്ച് PMKSY പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട്, റിവിഷന് വേണ്ടി കടലാസുകൾ അയക്കരുത്, DPR അനുസരിച്ച് മുന്നോട്ട് പോവുക. DPR പറയുന്ന പ്രോജക്റ്റുകളല്ലാതെ റിവിഷൻ ആയി ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന് പകരം വേറൊരു പ്രോജക്റ്റ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് നമ്മൾ വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കുള്ള ജലത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വലിയ കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ സംരക്ഷിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറഞ്ഞ് അതെങ്ങനെയാണ് നാട്ടിലെ ജലവിധാനം ഉയർത്തുക എന്നുള്ളത് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തി നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നീർച്ചാലുകളും മറ്റ് നീരരുവികളും ഒക്കെ സംരക്ഷിക്കുക, അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത രൂപത്തിൽ അതിന് സഹായകരമായ നിലപാടെടുക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ജലസംരക്ഷണ രംഗത്ത് അനിവാര്യമായ കാര്യങ്ങളാണ്. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T. അബ്ദുൽ കരീം, അങ്ങാടിപ്പുറം, പുഴക്കാട്ടിരി, കീഴാറ്റൂർ, മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ സയീദ, ഉമ്മുക്കുൽസു, ജമീല ചാലിയത്തൊടി, നുഹ്മാൻ ഷിബിലി എന്നിവരും പെരിന്തൽമണ്ണ, മങ്കട ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, നീർത്തട കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഗുണഭോക്താക്കൾക്ക് കിണർ റീചാർജിങ്ങിനുള്ള പരിശീലന പരിപാടിയും ഇതോടൊപ്പം നടന്നു. പുഴക്കാട്ടിരി, വടക്കാങ്ങര നീർത്തട പദ്ധതി പ്രദേശങ്ങളിൽ പൂർത്തീകരിച്ച 5 പദ്ധതികളുടെ ഉദ്ഘാടനവും 6 പദ്ധതികളുടെ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. അങ്ങാടിപ്പുറം ഏറാൻ തോടിന്റെ കൃഷിഭവന് സമീപമുള്ള ഭാഗം ശ്രമദാനത്തിലൂടെ ശുചീകരിച്ചു. നീർത്തട സംരക്ഷണ യാത്രയുടെ 3ാം ഘട്ട ആരംഭത്തോടുകൂടി PMKSY പദ്ധതിയുടെ 2025 വിഭാവനം ചെയ്ത പ്രവൃത്തികൾ തുടക്കം കുറിച്ചു. 2025 ഡിസംബർ മാസത്തോടെ അവസാനിപ്പിക്കേണ്ട പദ്ധതിയുടെ അവസാനഘട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നീർത്തട മേഖലകളിൽ നടന്നുവരികയാണ്. ഇതിനാവശ്യമായ അനുമതി സംസ്ഥാന പദ്ധതി നിർവഹണ ഏജൻസിയിൽ നിന്നും ലഭ്യമാക്കിയിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി.